ശരി. ശ്രീ അഡ്വക്കേറ്റ് കെ വി അഭിലാഷ്, സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി വന്നതോടുകൂടി പി രാജീവ് മുൻ നിയമമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറയുന്നത് വഖഫ് ബോർഡിൽ മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടില്ല എന്നും 4 ഹർജികളും തള്ളണമെന്ന് മാത്രമാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്ന് വകുപ്പ് മന്ത്രി ശ്രീ ഷംസുദ്ദീൻ മാധ്യമങ്ങളോട് പറഞ്ഞുവെങ്കിൽ എല്ലാ ആശയക്കുഴപ്പവും അവസാനിപ്പിച്ച് കേരളം സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് കേൾക്കൂ. ഇതാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി ആലോചിച്ച് അറിയിക്കുമെന്ന് പറഞ്ഞ നിലപാട്. മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെ 14-ാം വകുപ്പ് പൂർണ്ണമായും അനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്ന് ലീഗ് ഉൾപ്പെടുന്ന UDF സർക്കാർ സുപ്രീം കോടതിയെ കൂടി ആധികാരികമായി അറിയിക്കുന്നു. 14-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് എതിരാണുമെന്ന് നേരത്തെ കേരളം നിലപാട് അറിയിച്ച അതേ സുപ്രീം കോടതിയിൽ തന്നെ പുതിയ നിലപാട് അറിയിച്ചു. സംഘപരിവാരം നൽകുന്ന പേരുകാരെ കൂടി നിയമിക്കാനുള്ള ഉത്തരവിൻ്റെ കരട് കൂടി തയ്യാറാക്കിയിട്ടായിരിക്കും നാളെ ഹൈക്കോടതിയിൽ വാദിക്കുക എന്നേ അറിയാനുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കേരളം ആരാണ് ഭരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മറുപടി ജനീഷ്, ഇവിടെ ഇന്ന് സുപ്രീം കോടതിയുടെ വിധി ഏത് വിഷയവുമായി സംബന്ധിച്ച ഹൈക്കോടതിയിൽ വന്ന ഒരു ഇടക്കാല വിധിയിൽ ഷോൺ ജോർജ് ഉൾപ്പെടെ കൊടുത്ത ഒരു ഇടക്കാല വിധിയുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. അല്ലാതെ വഖഫ് ബോർഡിലെ മുസ്ലിം ഇതര നോമിനേഷനുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. പരിഗണിച്ച വിഷയത്തിൽ കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അതിൽ വ്യക്തമായി പറഞ്ഞു, ഇതിൽ ജോയിൻറ്റ് സെക്രട്ടറിയുടെ വെറുമൊരു അംഗമാണ്, അല്ല ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഇത് നിയന്ത്രിക്കുവാനുള്ള, ഈ ബോർഡിനെ നിയന്ത്രിക്കുവാനുള്ള പവറില്ല എന്ന് അതിൽ വ്യക്തമാക്കി. ഇപ്പോൾ 2 കാര്യങ്ങളാണല്ലോ ഇന്ന് സുപ്രീം കോടതിയിൽ വന്നത്. ഒന്ന്, ഹൈക്കോടതി പോളിസി ഡിസിഷനും അതുപോലെ തന്നെ അവിടുത്തെ മൂലധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണം വേണം, മുൻകൂർ അനുമതി വേണം. അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടില്ല. 2ാമത്തെ വിഷയത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി ഇതിൽ ബോർഡിൽ വെറുമൊരു അംഗമാണ് എന്ന് സുപ്രീം കോടതി ഇന്ന് അതിൽ വ്യക്തമാക്കി. അപ്പോൾ ഹൈക്കോടതിയിൽ വന്ന ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് ഒരു ഇടക്കാല വിധി ഹൈക്കോടതിയിൽ വന്നു. അതിൻ്റെ ഒരു അപ്പീലാണ് ഇന്ന് പരിഗണിച്ചത്. ഇന്ന് സുപ്രീം കോടതി അതിലൊരു തീർപ്പ് കൽപ്പിച്ചു. അത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു പരമോന്നത വിജയമായി ആരും കണക്കാക്കണ്ട. ഇപ്പോഴും നമുക്ക് UDFനും കോൺഗ്രസിനുമൊക്കെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഈ ജനാധിപത്യ പാർട്ടികൾ നിലനിൽക്കുന്നത്, രാജ്യം നിലനിൽക്കുന്നത്. ഈ വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധമായ തീരുമാനങ്ങളല്ലേ ഗവൺമെൻറ് എടുത്തത്. സെൻട്രൽ ഗവൺമെൻറ് ഈ വഖഫ് ബോർഡ് ആക്ട് തന്നെ പുതിയൊരു ആക്റ്റല്ല, അതിനെ പുതിയൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ അതിൽ 2 മുസ്ലിം അംഗങ്ങളെ ചേർത്തത് തന്നെ അത് ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും വലിയ ടോർച്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനതിന് മറ്റൊരു എക്സാമ്പിൾ പറയുന്നില്ല. ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ബോർഡിൽ ആ മതവുമായി ബന്ധപ്പെട്ട അല്ലാത്ത മറ്റു 2 പേരെയോ 3 പേരെയോ നിയമിക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരല്ലേ, ഇന്ത്യയുടെ മതേതര സങ്കല്പത്തിനെതിരല്ലേ. അപ്പം അതൊക്കെ സുപ്രീം കോടതി നിരീക്ഷിച്ച് വരികയാണ്. ആ ഹർജികൾ സുപ്രീം കോടതി പെൻഡിംഗ് ആണ്. ഇപ്പോഴത്തെ വിഷയം ഈ കേരള ഹൈക്കോടതിയിലെ ഒരു ഓർഡറിനെതിരായിട്ടുള്ള ഉപഹർജിക്കെതിരായി ഇടക്കാല വിധിക്കെതിരായിട്ടുള്ള ഒരു കേസാണ് ഇന്ന് വന്നത്. അതിൽ സുപ്രീം കോടതിയുടെ തീരുമാനം ഏറ്റവും നല്ലത് തന്നെയാണ്, ഞങ്ങൾ അംഗീകരിക്കുകയാണ്. മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് യഥാസമയം തീരുമാനമെടുത്ത് ജനീഷ് മുന്നോട്ട് പോകും.